കഡ്വ വീവിംഗ് സീരീസിൽ വന്നിട്ടുള്ള ഒരു ഹാൻഡ്ലൂം സാരി. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡും അതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് പാറ്റേണും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷൻ. ആൻഡ് ഇതിൻ്റെ ഒരു പാറ്റേൺ ആക്ച്വലി കുറച്ച് വേറും അല്ലെങ്കിൽ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഡീറ്റെയിലും ഒക്കെയാണ് ഇന്നത്തെ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. പ്യോർ ടസർ ഗീച്ചയിലാണ് ഈ ഹാൻഡ്ലൂം സാരി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ ഒരു വീവിങ് പാറ്റേൺ ആയിട്ട് ഇതിനകത്ത് ആ ഒരു ബോക്സ് ഡിസൈൻ്റെ അകത്ത് ടെക്സ്ചേർഡ് ആയിട്ടുള്ള ബോക്സ് ഡിസൈൻ ആണ് കേട്ടോ. മൾട്ടിപ്പിൾ ഡിസൈൻസ് ആണ് നമ്മൾ ക്ലോസർ ആയിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇത് നമുക്ക് ഒരു ലാവൻഡറിൻ്റെ കൂടെ ഒരു സീ ഗ്രീൻ ഷെയ്ഡിലാണ് അതിൻ്റെ ഒരു മിൻറ്റ് ഗ്രീൻ ആണ് കേട്ടോ, സീ അല്ല, ഒരു ലൈറ്റ് മിൻറ്റ് ഗ്രീൻ ഷെയ്ഡിലും ആയിട്ടുള്ള കോമ്പിനേഷനാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് ആക്ച്വലി സെറി അല്ല, 2 ടോണിൽ വന്നിട്ടുള്ള യാൺസ് ആണ്. ഒരു സിൽവറി വൈറ്റും ഗോൾഡൻ ബേജിൻ്റെ ആയിട്ടുള്ള കോമ്പിനേഷൻ യാൺസ് യൂസ് ചെയ്തിട്ടാണ് വീവ് ചെയ്തേക്കുന്നത്. 2 പാറ്റേൺ ആണ് കേട്ടോ അതിനകത്ത് വരിക. ഈ ഒരു ലോവർ എഡ്ജിൽ വന്നേക്കുന്നത് ഒരു ജോമെട്രിക് പാറ്റേൺ ആയിട്ടാണ്. ആൻഡ് അതിനകത്ത് ഒരു ഡയഗണൽ വീവ്ഡ് പാറ്റേൺ, കുറച്ചും കൂടി സ്മോളർ ആയിട്ടുള്ള ഒരു ഇൻട്രിക്കേറ്റ് പാറ്റേൺ ആണ് ഇതിനകത്ത് അപ്പർ ബോക്സിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ബോഡിയിലും നമ്മളൊരു ഡയഗണൽ വീവ്ഡ് ആയിട്ട് വന്നേക്കുന്ന കുഞ്ഞു കുഞ്ഞു ബോക്സ് പാറ്റേൺസ് വീവിങ് ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇന്നർ എഡ്ജ് നോക്കുമ്പോഴത്തേക്ക് യു കെൻ സീ ദാറ്റ് ഇറ്റ്സ് ഹാൻഡ്ലൂം ബിക്കോസ് വി ഡോണ്ട് ഹാവ് കട്ട് യാൺസ് ഇൻ ദിസ്. ഇതെല്ലാം നമുക്ക് ഷട്ടിൽ ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ, വെഫ്റ്റ് യാൻസിൻ്റെ. ആൻഡ് ഇറ്റ്സ് വെരി പ്രിറ്റി, ഭയങ്കര രസമായിട്ടാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെ ബ്ലൗസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബോഡി ബാക്കി പ്ലെയിൻ ആണ്. ഈ ഒരു ബ്ലൗസ് ഏകദേശം ഫിൽഡായിട്ട് വരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈനകത്ത് ചെയ്തേക്കുന്നത്. ഫുള്ള് ത്രെഡ് വീവിങ് പാറ്റേൺ. 13,499 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ബനാറസി ഷോർട്ട് പല്ലുവിൽ ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സിഗ്സാഗ് പാറ്റേൺ, സെയിം ഷെയ്ഡ്സ് തന്നെയാണ്, സിൽവറി വൈറ്റും ഗോൾഡൻ ബേജും ആയിട്ടുള്ള കോമ്പിനേഷനിൽ മിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന വീവിങ് പാറ്റേൺ. യുണീക്കായിട്ട് നമുക്കൊരു റിസപ്ഷൻ വെയർ ആയിട്ടോ ഡേ ടൈം ഫംഗ്ഷൻ ആയിട്ടോ ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോൺട്രാസ്റ്റ് ബ്ലൗസാണ് ഇതിനകത്ത് ഏറ്റവും സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ലുക്ക് സാരിക്കകത്ത് വന്നിരിക്കുന്നത്. YNG312 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 13,499. പ്യോർ ടസറിൽ വന്നിരിക്കുന്ന ബനാറസി സാരി ആൻഡ് റങ്കാട്ട് ഡിസൈനാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ലോക്കലി നമ്മൾ ബനാറസിൽ വാരണാസിയിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ലോക്കലി ഹാൻഡ്ലൂമിൽ ചെയ്തെടുത്തേക്കുന്ന സാരീസിൻ്റെ അകത്ത് ഒരു ടെക്നീക്ക് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു കളറിങ് മൾട്ടി കളർഡായിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കളറിങ് ചെയ്യുന്നതിൻ്റെ ടെക്നീക്ക് വേറെയാണ്. ഫുള്ളായിട്ട് 1 ഷെയ്ഡ് ഓഫ് ഗ്രീൻ ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ലൈറ്റ് ഗ്രീനിൻ്റെ അകത്ത് ഇത് ഫുള്ള് ഡൈ ചെയ്തിട്ട് ഈ ഒരു പോർഷൻ ബ്ലോക്ക് ചെയ്ത് പിന്നെ സ്പഞ്ച് ചെയ്തെടുത്തിട്ട് അങ്ങനെയാണ് ഇതിനകത്ത് പല കളേഴ്സ് കൊടുത്തേക്കുന്നത്. നമുക്ക് ആ ഒരു കളേഴ്സൊക്കെ ബ്ലെൻഡ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. ഇത് ആദ്യമേ അൺഡൈഡ് ആയിട്ടുള്ള ഫോമിലാണ് ഇത് ഡൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതിൻ്റെ അകത്ത് ഗോൾഡൻ ഷെയ്ഡിൻ്റെ കൂടെ തന്നെ ഒരു ലൈറ്റ് ബേജ് ടോണും കൂടെ ചേർത്ത് വീവ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ബ്രൗൺ ആണ് സാധാരണ നമ്മൾ ആൻറ്റി ഗോൾഡൻ സെറിക്കകത്ത് വരുന്നത്. ഇത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്, ഒരു ബേജ് ടോണിലോട്ട് പോയേക്കുന്ന ഷെയ്ഡിലാണത് സെറിയുടെ കൂടെ വീവ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇത് തന്നെയാണ് നമുക്കത് വേർട്ടിക്കൽ പാറ്റേണിൽ വന്നേക്കുന്ന വീവിങ് ഡിസൈനാണ് ഇതിനകത്ത് സെറിയിൽ കൊടുത്തേക്കുന്നത്. ജോമെട്രിക് ബോർഡർ, ബനാറസിയിൽ തന്നെ വന്നിരിക്കുന്ന ജോമെട്രിക് ബോർഡർ ആൻഡ് ഷോർട്ട് പല്ലു. അതൊരു ഫ്ലോറൽ ഡിസൈൻ്റെ ഒരു വേരിയേഷൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. സാധാരണ ഒരു പല്ലു എൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേറെ ഡിസൈൻ വേരിയേഷൻസ് ഒന്നും അവിടെ വരാറില്ല. ഇതിനകത്ത് നമുക്ക് ഞാൻ പറഞ്ഞ അതേ ഒരു ടെക്നീക്ക് നമുക്ക് സെറിയുടെ അവിടെയും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മോട്ടിഫിൻ്റെ അവിടെ ഈ കളറിങ് ടോൺസ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ ബ്ലൗസായിട്ട് നമ്മളതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ ബ്ലൗസിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ആ ഒരു യെല്ലോ ഷെയ്ഡ് ബോർഡറും കൂടെ ഇതിനകത്ത് കോമ്പിനേഷനായിട്ട് വരുന്നുണ്ട്. നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സാരീസാണ് കേട്ടോ. അപ്പോൾ പ്യോർ ടസറിൽ വന്നിരിക്കുന്ന ഗീച്ചയിൽ വരുന്ന ഗീച്ച എന്ന് പറയുമ്പോൾ ഇത് കുറച്ചൊരു ലൈറ്റ് ടെക്സ്ചറാണ് കൊടുത്തേക്കുന്നത്. ഭയങ്കര ആയിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് ക്ലോസ് ടു ദേശി ടസറിൻ്റെ ഒരു ടെക്സ്ചറിലാണിത് വീവ് ചെയ്തെടുത്തേക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ സാരീസ്. ആൻഡ് വേർട്ടിക്കൽ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടോൾ ഫീലിംഗ് കിട്ടും. ലൈറ്റ് ആൻഡ് ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡിൻ്റെ കോമ്പിനേഷനും യെല്ലോ ആൻഡ് ഡാർക്ക് ഗ്രീൻ, ബോട്ടിൽ ഗ്രീനും അല്ല, കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡിലാണ് അതിൻ്റെ എഡ്ജിങ് വന്നിരിക്കുന്നത്. ആ ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസുമാണ് പെയർ ചെയ്തിരിക്കുന്നത്. 15,000 അബോവ് റേഞ്ചിൽ വന്നിരിക്കുന്ന സാരി. ചെക്കൗട്ട് www.aham.store. ഓർഗൻസ ലവേഴ്സിന് പുതിയൊരു ലുക്കിൽ വന്നിരിക്കുന്ന 3 ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള വൈറ്റിൻ്റെ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ സാരീസിൻ്റെ കളക്ഷനാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ഓർഗൻസ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. ഇന്ന് അതിൽ ക്രോഷ്യോ ലേസിൻ്റെയും
ലക്നൌവി ഇൻസ്പയർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിൻ്റെയും അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെയും കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം സ്റ്റോറിൽ റെഡി സ്റ്റോക്ക് ആയിട്ട് അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താലും നമ്മുടെ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് കണ്ട് ഫീൽ ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ കൂത്താട്ടുകുളം സ്റ്റോറിൽ, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. ഞാൻ എന്താണെങ്കിലും കാണുന്നത് പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് പറഞ്ഞു തരാം കേട്ടോ. ഇതാണ് ആ ഫുൾ സാരി വന്നേക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് ഡ്രൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാരിയാണ്. ഫുൾ സാരിയിൽ ത്രൂ ഔട്ട് ദ സാരിയിൽ വേർട്ടിക്കൽ ലൈൻ പോലെ, അതായത് ഫുള്ളായിട്ട് ലെങ്ത് വൈസിൽ ഇതുപോലത്തെ എംബ്രോയിഡറി ഡീറ്റെയിൽ ക്ലോസറിലൊന്ന് കാണിക്കണേ. ഉണ്ടോ? ഫുള്ളായിട്ട് അതുപോലത്തെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. അപ്പർ പോർഷനിൽ ചെറിയൊരു ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവിടെ ഒരു പേർപ്പിൾ അല്ലെങ്കിൽ ഒരു ലൈലാക്ക് ഷെയ്ഡ്, അത് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെയൊക്കെ ആ ലൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഷെയ്ഡ് വന്നിട്ടുണ്ട്. പിന്നെ ഓരോ ടൈപ്പ് ഓഫ് ഡിസൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന ലൈനായിട്ട് നിൽക്കുന്ന എംബ്രോയിഡറി പേസ്ലി ഡിസൈൻസ് വന്നിട്ടുണ്ട്. ബനാറസിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ജാൽ പാറ്റേൺസ് വന്നിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രഡീഷണൽ ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ, ഇതിൻ്റെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഇൻസ്പിറേഷൻ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതാണ് എൻ്റെ അപ്പർ പോർഷൻ വന്നേക്കുന്നത്. ആൻഡ് പ്ലീറ്റ്സിൻ്റെ പോർഷനിലോട്ട് വരുമ്പോൾ കണ്ടോ, ഫുള്ളായിട്ട് പൂക്കൾ മാത്രമായിട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത്. ഇത് അപ്പർ പോർഷനിൽ നമ്മൾ ഫുൾ റൗണ്ട് ചെയ്യുന്നിടത്താണ് വന്നേക്കുന്നത്. ആൻഡ് ലോവറിലെ ബോർഡറിൻ്റെ പോർഷനിൽ വരുമ്പോൾ ഇത് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. കെയർലെസ് പ്ലീറ്റ് ആയിട്ടും അതുപോലെ തന്നെ കാഷ്വൽ പ്ലീറ്റ് ആയിട്ടും ഒക്കെ ഉടുക്കാനും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാവുന്ന ഇതാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ കൂടെ പ്രിൻറ്റ് ചെയ്തേക്കുന്ന ബ്ലൗസുമാണ്. സാരിയിൽ വന്നിരിക്കുന്നതിൻ്റെ കുറച്ചും കൂടെ അടുത്തടുത്ത് നിൽക്കുന്ന ചന്തേരി ഫാബ്രിക്കിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസുമാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. അതും ഡിജിറ്റൽ പ്രിൻ്റ് ആണ്. അറ്റത്ത് അതേപോലെ തന്നെ വന്നേക്കുന്ന ക്രോഷ്യോ ലേസ്, വീനെക്ക് പാറ്റേണിലുള്ള ബ്ലൗസസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ക്രോഷ്യോ ലേസ് വീനെക്കിൽ കൊടുക്കുകയൊക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പം ഈ ഒരു ലൈലാക്ക് ഷെയ്ഡ് അല്ലാതെ വേറെ ഏത് ഷെയ്ഡാണോ ഉള്ളതെന്ന് ആലോചിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ സാരി ഫുള്ളായിട്ട് ഞാൻ ഒന്നും കൂടെ ക്ലോസറിൽ കാണിച്ചു തരാം. പ്ലീറ്റ്സിൻ്റെ പോർഷനിൽ ലോവറിൽ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. ഫ്ലോറൽ പ്രിൻറ്റ് ഫുള്ളായിട്ട് വരാതെ പ്ലീറ്റ്സിൻ്റെ പോർഷനിൽ ലോവർ, നമ്മൾ സാരി ഉടുത്ത് നിൽക്കുമ്പോൾ ലോവർ പോർഷനിലുമാണ് എൻ്റെ പ്ലീറ്റ്സ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ. അപ്പം ഈ ഒരു സാരിയുടെ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സെക്കൻഡ് കളർ വന്നേക്കുന്നത് മസ്റ്റേർഡ് ഷെയ്ഡാണ് കേട്ടോ. മസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളർ പാലറ്റാണ് മസ്റ്റേർഡ് എന്ന് പറയുന്നത്. അതൊരു ഇച്ചിരിയും കൂടെ ഒരു ടിൻഡ് ഓഫ് ബ്രൗണും കൂടെ വന്നിട്ടുള്ള മസ്റ്റേർഡ് ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ഇതിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. മസ്റ്റേർഡ് ഷെയ്ഡ് ഇങ്ങനെ വരും സാരി ഡ്രേപ്പ് ചെയ്ത് വരുമ്പം. നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഉടുത്ത് നിൽക്കുമ്പം നിങ്ങളൊരു യുണീക്ക് ലുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ സാരീസൊക്കെ പെയർ ചെയ്യുമ്പം ട്രാൻസ്പെറൻ്റ് ആയി പോയതുകൊണ്ട് കൺസേൺ ഉള്ളവർക്കാണെങ്കിൽ ലോങ് ബ്ലൗസസ് ചെയ്തിട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ലിറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് എൻ്റെ സെക്കൻഡ് കളർ. അതിൻ്റെ ഫ്ലവേഴ്സ് ഒന്ന് ക്ലോസറിൽ കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന മസ്റ്റേർഡ് കളറിലാണ് എൻ്റെ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ ഫുള്ളായിട്ട് സാരി ഇതുപോലെ വരും. ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 4 സൈഡിലും ക്രോഷ്യോ വരുന്നുണ്ട്. ആൻഡ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ചന്തേരി ഫാബ്രിക്കിനകത്ത് സെയിം പ്രിൻറ്റിങ് പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. ആൻഡ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു പീച്ചും പിങ്കും കൂടെ ചേർന്നിട്ടുള്ള ടോണാണ് കേട്ടോ. പീച്ചും പിങ്കും ഇതെല്ലാം ഞാനിപ്പോൾ പ്ലീറ്റ് ചെയ്ത് വെപ്പിച്ചേക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഉടുത്ത് നിൽക്കുമ്പം കാണുന്ന ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് തേർഡ് കളർ വന്നിരിക്കുന്നത്. പീച്ചും പിങ്കും കൂടെ ചേർന്നിട്ടുള്ളൊരു കളർ പാലറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, പ്ലീറ്റ്സിൻ്റെ പോർഷനൊക്കെ കാഷ്വലായിട്ട്. ഇപ്പം ഓർഗൻസ സാരീസും ഒത്തിരി പേർക്ക് കൺസേൺ വരാറുണ്ട് ഉടുക്കുമ്പോൾ പറന്ന് നിൽക്കുമോ എന്നുള്ളത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലീറ്റ് ചെയ്തിട്ടൊന്ന് മൊട്ടുപിൻ കൊടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ പ്ലീറ്റ്സൊക്കെ നല്ല ഭംഗിയായിട്ട് വന്ന് നിൽക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു കളക്ഷൻ നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കിയിരിക്കുന്നത് NLM 134 എന്ന കോഡിലാണ്. ആൻഡ് 10,499 ആണ് ഈ സാരീസിൻ്റെ എല്ലാം പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ പോലത്തെ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും സ്റ്റൈലിംഗ് ചെയ്ത് വെയർ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ മിസ് ഔട്ട് ചെയ്യേണ്ട. ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഫീഡ്ബാക്ക് അറിയിക്കാൻ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്യാം. പർച്ചേസ് ചെയ്യാനും നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്യാം. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് കാണുമെന്നുണ്ടെങ്കിൽ www.aham.store വിസിറ്റ് ചെയ്താൽ മതി.